അറിവ് എന്നത് ഏതാനും വാചകങ്ങളല്ല, ചിത്രരൂപത്തിലാവാം, ശബ്ദത്തിൻ്റെ രൂപത്തിലാവാം, അനിമേഷൻ്റെ രൂപത്തിലാവാം. ഇതെല്ലാം എന്താണ്? വിവരങ്ങളാണ് അല്ലേ? വിദ്യാവിലാസിനി എത്രണ്ണം ഉണ്ടെന്ന് അതിനകത്ത് പറയുന്നത്. അതിനുശേഷം പിന്നെ 2 എണ്ണം കൂടെ അതേ പേരിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അറിവുകൾ എന്ത് ചെയ്യുന്നു? ആരോ ഒരാൾ എന്ത് ചെയ്തു? ശേഖരിച്ച് നിങ്ങളാരെങ്കിലുമൊക്കെ ഉപയോഗിക്കും എന്ന പ്രതീക്ഷയിൽ എവിടെ ചേർത്തു? മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. ഒരാളല്ല വിക്കിപീഡിയയിലെ ഒരു ലേഖനവും മുഴുവനായി എഴുതുന്നത്. പിന്നെയോ കൂട്ടായി എനിക്കും എഴുതാം, നിങ്ങൾക്കും എഴുതാം. അറിവാണ് അധികാരം. അങ്ങനെ ലോകത്തിലെ എല്ലാ അറിവും എല്ലാ ആളുകൾക്കും ലഭ്യമായിരുന്നെങ്കിൽ ആ അവസ്ഥ എന്തായിരുന്നേനെ? നമ്മൾ ഓരോരുത്തരുമായ ഓരോരുത്തരാ. നമ്മൾ ഒരുമിച്ചാണെങ്കിലോ എങ്ങനായിരിക്കും? ആ ബലമാണ് എന്ത്? ഉബുണ്ടു. ഏവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമ്മുടെ സെഷൻ്റെ പേര് സ്ക്രീനിൽ കാണാം. എന്താണ്? നിങ്ങളെല്ലാവരും ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണോ? പല സ്കൂളിലെയാണ്. ഓക്കെ. സ്വതന്ത്ര വിജ്ഞാനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ എന്നാണ് എൻ്റെ അവതരണത്തിൻ്റെ ടൈറ്റിൽ. സ്വതന്ത്ര വിജ്ഞാനം. എന്താ വിജ്ഞാനം? നോളജ്. സ്വതന്ത്ര വിജ്ഞാനം, ഫ്രീ നോളജ്. എല്ലാം ഇംഗ്ലീഷ് മീഡിയംകാരായിരിക്കും അല്ലേ? ഫ്രീ നോളജ് എന്താണ്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് ഫ്രീ നോളജ്? പറയൂ, ആർക്ക് പറയാം? ഞാൻ അങ്ങോട്ട് വരാം. ഞാനിവിടെ നിന്നിട്ട് അധികം കാര്യമില്ലല്ലോ, അങ്ങോട്ട് വരാം. ആർക്ക് പറയാം? സമ്മാനമുണ്ട്, ബാഗിലുണ്ട് സമ്മാനം. യൂസ് ചെയ്യാൻ പറ്റുന്ന നോളജ്. വെരി ഗുഡ്. സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന കുറേയൊക്കെ ശരിയുണ്ട്. കുറച്ചുകൂടെ ആർക്ക് കൂട്ടിച്ചേർക്കാം? കുറച്ചുകൂടെ. അപ്പോൾ നമുക്ക് സമയക്കുറവുണ്ട്, ഞാൻ തന്നെ പറയാം. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ ഒരു പശ്ചാത്തലത്തിൽ അറിവ് എന്ന് പറയുന്നത് വളരെ രഹസ്യമായി കൂട്ടിവെച്ച് കേട്ടിട്ടില്ലേ? ആ രഹസ്യം അല്ലെങ്കിൽ ഒരു പുസ്തകം അവൻ വായിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അല്ലെങ്കിൽ അവൻ കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ എന്തൊരുക്കി ഒഴിക്കണമെന്നാ? അവൻ കേൾക്കാൻ പാടില്ല. കാരണം അവൻ കേട്ടാൽ ആ അറിവ് പങ്കുവയ്ക്കപ്പെടും. ഓക്കെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? അറിവ് പങ്കുവയ്ക്കുക. ഓക്കെ. അപ്പം നിങ്ങളത് മനസ്സിൽ വെച്ചേക്കുക. അറിവ് എന്താണ്? പൂട്ടിവെക്കാനുള്ളതല്ല, പങ്കുവയ്ക്കാനുള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ ഇന്ന് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമുണ്ട്. പത്രമൊക്കെ നോക്കി ആളുകൾ അറിഞ്ഞു കാണും. എന്താണ്? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ അല്ലേ? എല്ലാവരുടെയും ജയേട്ടൻ, എല്ലാ തലമുറയുടെയും ജയേട്ടൻ. കേട്ടിട്ടുണ്ടോ പാട്ടുകൾ? ഇല്ലെങ്കിൽ കേൾക്കണം. എത്ര പാട്ടുകളാണ്. ഇന്നലെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഈ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യ ടുഡേയിൽ വന്ന, ഇന്നലെ ഇന്ത്യ ടുഡേ വെബിൽ വന്ന ഒരു ചിത്രമാണ്. കണ്ടല്ലോ? ദാണ്ടേ മറ്റൊരു ഓൺലൈൻ മീഡിയത്തിൽ, മാധ്യമത്തിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ വന്ന ചിത്രം നോക്കൂ. രണ്ടും ഒരു ചിത്രമാണോ? അല്ലേ? ആണോ അല്ലയോ? ആണ്. മറ്റതൊന്ന് ക്രോപ്പ് ചെയ്തിരിക്കുന്നു. ഒരേ ചിത്രം. മൂന്നാമതൊരു ചിത്രം കൂടെ ഞാൻ കാണിക്കാം. ഒരു പാർട്ടിയുടെ വെബ്സൈറ്റിൻ്റെ ചിത്രമാണ്. അതിലും ജയേട്ടൻ്റെ ഒരേ ചിത്രം. അപ്പോൾ ജയചന്ദ്രൻ മരണപ്പെട്ട, നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയ ഗായകൻ്റെ ഒരേ ചിത്രം ഒന്നിലധികം മാധ്യമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ചിത്രം എവിടെ നിന്നായിരിക്കും അവർക്ക് കിട്ടിയത്? ഓൺലൈനിൽ നിന്ന് കിട്ടി. ഓൺലൈനിൽ എങ്ങനെ കിട്ടി? ആര് കൊടുത്തു? നിങ്ങൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ ഓൺലൈനിൽ? എല്ലാവർക്കും എടുക്കണം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എടുക്കണമെന്നാണ്. കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് എന്ത്? കൊടുക്കുക അല്ലേ? ആരെങ്കിലും കൊടുത്താൽ മാത്രമേ മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റൂ. അറിവ് ആരെങ്കിലും അങ്ങോട്ട് നൽകിയാലേ ആ മറ്റൊരാൾക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. എല്ലാ അറിവും അങ്ങനെ ആദ്യാവസാനം എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിവ് എന്നത് ഏതാനും വാചകങ്ങളല്ല. എന്താണ്? ചിത്രരൂപത്തിലാവാം, ശബ്ദത്തിൻ്റെ രൂപത്തിലാവാം, അനിമേഷൻ്റെ രൂപത്തിലാവാം. ഇതെല്ലാം എന്താണ്?
ഇതെല്ലാം ഇൻഫർമേഷനാണ്, വിവരങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ തരത്തിൽ എൻ്റെ അവതരണത്തിൽ, നമ്മുടെ അവതരണത്തിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു? അറിവിൻ്റെ അതിലില്ലാത്ത അറിവിൻ്റെ എന്തായിരുന്നു ടൈറ്റിൽ? സ്വതന്ത്ര വിജ്ഞാനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ. അതായത് നമ്മുടെ കൈവശം അറിവ് ഉണ്ടെങ്കിൽ ആ അറിവ് എന്ത് ചെയ്യുക? ടു ഷെയർ വിത്ത് അതേഴ്സ്. അങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ അറിവും വർദ്ധിക്കും, ബാക്കിയുള്ളവർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേക്ക് വഴിയേ വരാം. നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. കണ്ടിട്ടുണ്ടോ ഈ ലോഗോ? എന്തിൻ്റെയാണ്? കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സാധനം? എന്താ അത്? ഒന്നൊന്ന് പറയാമോ? എന്താണ് വിക്കിപീഡിയ? ആർക്ക് പറയാം? എല്ലാവരും ഉപയോഗിച്ച ആളുകളാണ്, പക്ഷേ പെട്ടെന്ന് പറയണം. അതൊരു ഫ്രീ എൻസൈക്ലോപീഡിയ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് എ ഫ്രീ ഓൺലൈൻ എൻസൈക്ലോപീഡിയ. എന്താ എൻസൈക്ലോപീഡിയ? സർവവിജ്ഞാന കോശം. എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വിവരങ്ങൾ തരാം. നമ്മുടെ സ്കൂൾ ലൈബ്രറികളിൽ, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പ്രാദേശിക ഗ്രന്ഥശാലകളിൽ, ലൈബ്രറികളിലൊക്കെ പോകാറുണ്ടോ? പോകണം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രാദേശിക ലൈബ്രറികൾ ഉള്ള സംസ്ഥാനം ഏതാ? നമ്മുടെ സംസ്ഥാനം. നിങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മുടെ മുൻഗാമികൾ അവരുടെ സകലതും ത്യജിച്ച് പുസ്തകത്തിനു വേണ്ടിയും ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയും. ഇവിടെ അടുത്ത് വഞ്ചിയൂർ എന്നൊരു സ്ഥലമില്ലേ? നിങ്ങൾ മിക്കവാറും അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. പോയിട്ടുണ്ടോ? പോകണം. ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാല വഞ്ചിയൂർ, വളരെ അപൂർവമായ, കേരളത്തിൽ അവിടെ മാത്രം ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷേ അവിടെ പോകണമെങ്കിൽ എന്തോ വേണം? നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്ത് അവരനുവദിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ? ആ പുസ്തകം നമുക്ക് കിട്ടൂ. പക്ഷേ ഓൺലൈൻ എൻസൈക്ലോപീഡിയ പണം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം? വിക്കിപീഡിയയിൽ പ്രവേശിപ്പിക്കാം. അപ്പോൾ വിക്കിപീഡിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ. വിക്കിപീഡിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? സ്വതന്ത്രമാണ്, സൗജന്യമാണ്. സ്വതന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് പൈസകളൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ ആരായിരിക്കും ഈ വിവരങ്ങൾ കൊടുക്കുന്നത്? ആരായിരിക്കും? പറയൂ. ഓരോ ആൾക്കാർ. പേര്? ആദികേശം. ആദികേശം പറയുന്നു. ഓരോ ആൾക്കാർ ഓരോ ആർട്ടിക്കിളായിട്ട് അതിൽ പബ്ലിഷ് ചെയ്യണതാണ്. ഓരോ ആളുകളും ആർട്ടിക്കിളുകൾ എഴുതി അതിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ്. ഇതിലാ വിക്കിപീഡിയയിൽ. പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. ഒരാളല്ല വിക്കിപീഡിയയിലെ ഒരു ലേഖനവും മുഴുവനായി എഴുതുന്നത്. പിന്നെയോ കൂട്ടായി എനിക്കും എഴുതാം, ആദികേശവനും എഴുതാം, നിങ്ങൾക്കും എഴുതാം, വേറൊരാൾക്കും എഴുതാം. എങ്ങനെ? ആ വിഷയത്തെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ. ഉദാഹരണം ഇങ്ങനെയാണ്. ഒരു 4ാം ക്ലാസ്സിലെ കുട്ടി ഇലക്ട്രിക് ബൾബിനെ കുറിച്ച് ഒരു വിവരം അന്വേഷിക്കണം അയാളുടെ പ്രോജക്റ്റിന് ഭാഗമായിട്ട്. എന്നിട്ട് എഴുതി ചേർക്കുകയാണ്, നമുക്ക് വെളിച്ചം തരുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് ബൾബ്. ആദികേശവ് അതിൻ്റെ കൂടെ ചേർത്തു, ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയത് ആരാണ്? ഹു ഇൻവെന്റഡ് ബൾബ്? ആ വിവരം കൂട്ടിച്ചേർത്തു. മറ്റൊരാൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ ഫോട്ടോ എടുത്തു, അതിൽ അപ്ലോഡ് ചെയ്തു. എന്തായി? കൂട്ടായി പടുത്തുയർത്തുന്ന വിജ്ഞാനം, അറിവ്. എങ്ങനെ? ആരെങ്കിലും ഒറ്റയാൾക്ക് നമുക്ക് ഉരുളയായി ഉരുട്ടി തരുന്നില്ല. പിന്നെയോ നമ്മൾ കൂട്ടായി പടുത്തുയർത്തുന്നു നമുക്കാവശ്യമുള്ള വിജ്ഞാനം. അങ്ങനെ പടുത്തുയർത്തിയ ഒരു മൂവ്മെൻ്റാണ് എന്ത്? വിക്കിപീഡിയ. വിക്കിപീഡിയയിൽ എഴുതുന്നതിന് ഒരു പൈസയും ആരും നിങ്ങൾക്ക് തരില്ല, ആരും തരില്ല. ഓക്കെ. പിന്നെ എന്താണ് എഴുതുമ്പോഴുള്ള പ്രയോജനം? ടു ഷെയർ വിത്ത് അതേഴ്സ്. ഓക്കെ. ഞാനൊരു ചിത്രം എടുത്തു. നേരത്തെ കാണിച്ച ജയചന്ദ്രൻ്റെ ചിത്രം എടുത്താൽ ഞാനാണ്. ഇത്തിരി ഫോട്ടോഗ്രാഫി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? വിക്കിപീഡിയയിലേക്ക് സംഭാവന ചെയ്ത ഒരു ചിത്രം എന്ത് ചെയ്യുന്നു? മാധ്യമത്തിൻ്റെ പത്രക്കാരൻ ഉപയോഗിക്കുന്നു, ഇന്ത്യ ടുഡേയുടെ ആൾ ഉപയോഗിക്കുന്നു, ഒരു പാർട്ടിയുടെ വെബ്സൈറ്റ് ആൾ ഉപയോഗിക്കുന്നു, ഫേസ്ബുക്കിൽ ജയേട്ടൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ആ ചിത്രം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു വിജ്ഞാന രൂപം ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്കൊന്ന് പോവാം. പെട്ടെന്ന് നമുക്കൊന്ന് പോവാം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉള്ളത് നമുക്ക് അപ്പോൾ പരിഹരിച്ചു പോകാം. ഓക്കെ, എന്താ നോക്കൂ,
ഇതൊക്കെ നമുക്ക് വിശദമായി പോകാം. എങ്ങനെയാണ് നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? അക്കൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ പറയുന്ന പോലെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഞാനിവിടെ പറയുന്ന വിക്കിപീഡിയ എന്ത് വിക്കിപീഡിയയാണ്? ഏത് ഭാഷയിലുള്ളതാണ്? മലയാളത്തിലുള്ളതാണ്. ഏതൊക്കെ ഭാഷയിലുണ്ട്? ഇംഗ്ലീഷ്, അറബി, മലയാളം, തമിഴ്. ആകെ 300-ലധികം ഭാഷകളിൽ ഏതുണ്ട്? വിക്കിപീഡിയയുണ്ട്. മലയാളത്തിൽ, തമിഴിൽ, കന്നഡയിൽ, തെലുങ്കിൽ ഒക്കെ ഉള്ളതുപോലെ എത്ര ഭാഷയിലുണ്ട്? 300-ലധികം. പുതിയ ഭാഷകളിൽ ഇനിയും ഭാഷകളുണ്ട്. ചില ഭാഷകളെ നമ്മൾ മൃതഭാഷ എന്നാണ് വിളിക്കുന്നത്. പാലി എന്ന് കേട്ടിട്ടുണ്ടോ? പാലി ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സൊക്കെ വരുന്ന ഭാഷയാണ്. അതാരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ ഭാഷയിൽ പോലും എന്തുണ്ട്? വിക്കിപീഡിയ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അക്കൗണ്ട് നിർമ്മിക്കുന്നത്? ഒരു ലേഖനം എങ്ങനെയാണ് തിരുത്തുന്നത്? ഒരു ആർട്ടിക്കിൾ തിരുത്തുന്നത് എങ്ങനെ? ഒരു അക്ഷരത്തെറ്റ് തിരുത്തുന്നത് പോലും എന്താണ്? നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഞാനൊരു ചെറിയ തിരുത്ത് വരുത്തി കാണിക്കാം. ചിത്രങ്ങൾ ചേർക്കുന്നത്, വർഗം ചേർക്കുന്നത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വിക്കിപീഡിയയുമായി നമുക്ക് കഴിയും. ദാണ്ടേ നോക്കൂ, ഇത് ആർക്കൊന്ന് വായിക്കാം പ്ലീസ്. ഓരോ വ്യക്തിക്കും വേറെ ആർക്ക് കാണാം? ഓരോ വ്യക്തിക്കും ലോകത്തിലെ എല്ലാ അറിവുകളും സ്വന്തമായി ലഭ്യമാകുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചേ. ലോകത്തുള്ള എല്ലാ അറിവുകളും, അറിവെന്ന് പറയുന്നത് എന്താണ്? അറിവാണ് അധികാരം. ഓക്കെ, നോളജ് ഇസ് പവർ, ഇൻഫർമേഷൻ ഇസ് പവർ, അല്ലേ? അറിവാണ് അധികാരം. അങ്ങനെ ലോകത്തിലെ എല്ലാ അറിവും എല്ലാ ആളുകൾക്കും ലഭ്യമായിരുന്നെങ്കിൽ ആ അവസ്ഥ എന്തായിരുന്നേനെ, ഇല്ലേ ആദികേശവേ? എന്ത് രസമായിരുന്നേനെ. നമുക്ക് അറിയാം എന്ത് ചെയ്യണം. നമുക്ക് എല്ലാവിധ അറിവുകളുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് ആരുന്നം വയ്ക്കുന്നത്? നമ്മുടെ ഓൺലൈൻ എൻസൈക്ലോപീഡിയ വിക്കിപീഡിയയുടെ വോളണ്ടിയേഴ്സ്. ആരാ വോളണ്ടിയർ? പ്രത്യേകിച്ച് പണമൊന്നും കിട്ടാതെ ഈ താല്പര്യത്തിൽ. ഏത് താല്പര്യം? എല്ലാ വിജ്ഞാനവും എല്ലാവർക്കും എങ്ങനെ സ്വതന്ത്രമായി സൗജന്യമായി. നോക്കാം നമുക്ക്. ഇതാരാണ് ആ ഒരു താടിക്കാരൻ? പേരെഴുതിയിട്ടുണ്ടല്ലോ. എന്താണ്? ജിമ്മി വെയിൽസ്. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരൻ. ഈ 300ഓളം ഭാഷകളിൽ, ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം എടുക്കൂ. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും. പക്ഷേ മലയാളത്തിലോ? നമ്മളെ വീട്ടിനടുത്തുള്ള ഈ വഞ്ചിയൂർ ചിത്ര തിരുനാൾ ഗ്രന്ഥശാലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്തോ ഒരു മാഷ് എന്തോ ഒരു കാര്യം പറഞ്ഞു. എങ്ങനെ? നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഞാൻ മലയാളം വിക്കിപീഡിയയിലേക്ക് പോകുന്നു. തൊട്ട് മുമ്പേ അതിൻ്റെ URL ഉണ്ട്. എന്താ? wikipedia.org. നമ്മൾ ഏത് വെബ്സൈറ്റിലേക്ക് URL കൊടുക്കുമല്ലോ. വിക്കിപീഡിയയുടെ URL എന്താ? wikipedia.org. ഓരോ ഭാഷയ്ക്കും ഓരോ അക്ഷരം കൂടെ ചേർക്കണം. ml.wikipedia.org. ഏതാ? ML മലയാളം. ഓക്കെ, ശരി. അപ്പോൾ ml.wikipedia.org ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനകോശം, ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വിജ്ഞാനകോശം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ലഭ്യമായ വിജ്ഞാനകോശം, ഏറ്റവും വലിയ സ്വതന്ത്ര വിജ്ഞാന ശേഖരം. അപ്പം നിങ്ങൾ ഉടനടി പോകുമ്പോൾ അതിലേക്ക് ഞാൻ പെട്ടെന്ന് അതിലേക്ക് കയറി നമുക്ക് ആ ചിത്തിര തിരുനാൾ ലൈബ്രറിയെ ഒന്ന് കണ്ടു കളയാം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഏറ്റവും അടുത്ത അവസരത്തിൽ ആ ലൈബ്രറിയിലേക്ക് ഒന്ന് പോകുക. ml.wikipedia.org. ഓക്കെ, ശരി. ഇവിടെ ഞാൻ പറഞ്ഞ ഞാൻ സെർച്ച് ചെയ്യുന്നു. നോക്കൂ, കണ്ടിട്ടുണ്ടോ ഈ ലൈബ്രറി? ഓക്കെ, അപ്പോൾ ആരാ ഈ വിവരം ചേർത്തത്? ഏതോ ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ത് ചെയ്തിരിക്കുന്നു? വഞ്ചിയൂർ ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരം ചേർത്തിരിക്കുന്നു. അതാ നോക്കൂ, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനകത്തുണ്ട് അതിൻ്റെ വായനശാലയുടെ വിവരം. ഇതിനകത്ത് ആ വായനശാലയുടെ സ്ഥാപകൻ്റെ ചിത്രമുണ്ട്. ഇങ്ങനെ ഇവിടെ വളരെ അപൂർവമായിട്ടുള്ള പുസ്തകങ്ങളാണുള്ളത്. 66-ൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ
പ്രസിഡൻ്റാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഏത് സ്കൂൾ? പ്ലാവൂർ. വെരി ഗുഡ്. അതാ ഈ പന്തിൻ്റെ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ, ഇടയ്ക്കൊക്കെ. IT പാഠപുസ്തകത്തിലുണ്ട് കേട്ടോ. ഏതാ ആ പന്ത്? എന്താ പന്തിൻ്റെ പേര്? ലോഗോ. വിക്കിപീഡിയ. വിക്കിപീഡി. എന്താണ് വിക്കിപീഡി? നല്ല പിടിയുണ്ടോ? ആർക്ക് പറയാം? പറഞ്ഞാൽ സമ്മാനം. എന്താണ് വിക്കിപീഡിയ? ആർക്ക് പറയാം? ആർക്ക് പറയാം? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഒന്ന് പറ. ദി ഫ്രീ എൻസൈക്ലോപീഡിയ. ഫ്രീ എൻസൈക്ലോപീഡിയ. ഒരു കയ്യടി കൊടുക്കണേ. വാ. സ്വതന്ത്ര വിജ്ഞാന കോശം. എന്താ സ്വതന്ത്ര വിജ്ഞാന കോശം? എന്താണ് സ്വതന്ത്ര വിജ്ഞാന കോശം എന്ന് വെച്ചാൽ? എന്തായിരുന്നു പേരെന്തായിരുന്നു? മാളവിക. ഒരു കയ്യടി കൊടുത്തല്ലോ. ഓക്കെ. എന്താണത്? സ്വതന്ത്ര വിജ്ഞാന കോശം. എന്തിനിടയത്? സ്വതന്ത്രമായി സൗജന്യമായി നമുക്ക് ആവശ്യമുള്ള അറിവ് തരുന്നു. ആര്? വിക്കിപീഡിയ. ആരുടെയാ ഈ സാധനം? ആരാ ഇതിൻ്റെ മുതലാളി? അറിയാമോ? പറയാം കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കോശമാണ്. വിജ്ഞാന കോശം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരണം. നമ്മുടെ വഞ്ചിയൂരുള്ള ലൈബ്രറിയുടെ വിവരം വേണം. എവിടെ? ഈ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്താണോ വഞ്ചിയൂർ? അല്ല, ദൂരെ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? വഞ്ചിയൂർ ഒരു ലൈബ്രറി ഉണ്ടെന്ന് അറിയണം നമ്മൾ. കേരളത്തിൽ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എവിടെ മാത്രമേ ഉള്ളൂ? ഈ ലൈബ്രറി തന്നെ ഉള്ളൂ. പഴയ പുസ്തകങ്ങൾ, 100 വർഷത്തിന് മീതെ പഴക്കമുള്ള പുസ്തകങ്ങൾ എവിടെയേ ഉള്ളൂ? വഞ്ചിയൂർ ലൈബ്രറിയിലേ ഉള്ളൂ. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് കേശവപിള്ള എന്നാണ്. പാവപ്പെട്ടവനായിരുന്നു, വേറെ ജോലിക്കൊന്നും പോയില്ല. നാട്ടുകാരെ വായിക്കാൻ പഠിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ജോലി. ഓക്കെ. അപ്പോൾ അദ്ദേഹം രാജാവിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഇത്തിരി സ്ഥലം വാങ്ങിച്ച് ഒരു കെട്ടിടം വെച്ച് അവിടെ പുസ്തകങ്ങൾ ശേഖരിച്ചു. ആ പുസ്തകാലയത്തിലാണ് ഇന്ന് കേരളത്തിൽ, അവിടെ മാത്രമേ ഉള്ളൂ പുസ്തകങ്ങൾ. മലയാളത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാന്ന് വല്ല പിടിയുണ്ടോ? സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. വിദ്യാവിലാസിനി. ഏതാ? തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പബ്ലിഷ് ചെയ്തത്. എവിടെ ഉള്ളൂ കോപ്പി? ആകെ ഒരു കോപ്പിയേ ഉള്ളൂ. അത് എവിടെ ഉണ്ട്? വിദ്യാവിലാസിനിയിലുണ്ട്. നിങ്ങൾ അവിടെ പോയി മെമ്പർഷിപ്പൊക്കെ എടുത്താൽ ആ മാസിക നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇനി കാണാൻ വേറെ ഒരു മാർഗമുണ്ട്. അതെന്താ? നമുക്ക് ഇൻ്റർനെറ്റിൽ ലോകത്തേത് സാധനം എവിടെ കിട്ടും? എവിടെ കിട്ടും? ഇൻ്റർനെറ്റ് കിട്ടുമോ? നോക്കിയിട്ടുണ്ടോ? സ്കൂൾ ലാബിലുണ്ടോ ഇൻ്റർനെറ്റ്? നമ്മുടെ സ്കൂൾ ലാബിലുണ്ട്. പ്ലാവൂറല്ലേ? ഇത് പ്ലാറ്റൂരോ? പ്ലാവൂർ. പ്ലാവൂർ സ്കൂളിലെ ലാബിലുണ്ട് ഇൻ്റർനെറ്റ്. സർക്കാർ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ടീച്ചറിനോട് ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യാം? നിങ്ങൾക്ക് നോക്കാം. അപ്പം നോക്കണം. എന്ത്? വിദ്യാവിലാസിനി എന്ന് പറയുന്ന മാസിക എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻ്റർനെറ്റിൽ തിരയുന്നു. എങ്ങനെയാണെന്ന് അറിയാമോ ഇൻ്റർനെറ്റിൽ തിരയുന്നത്? ബ്രൗസറിൽ ആ വാക്ക് അടിച്ചു കൊടുത്താൽ മതി, വിദ്യാവിലാസിനി. നമുക്കൊന്ന് നോക്കാം. ഓക്കെ. കണ്ടല്ലോ. എന്താണ്? മലയാളത്തിലെ ആദ്യ മാസിക. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച മാസികയാണ്. എന്താ പേര്? വിദ്യാവിലാസിനി. അതിൻ്റെ കവറും അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. അപ്പം നമുക്ക് മാസിക കാണാൻ പറ്റിയില്ലെങ്കിൽ കവറെങ്കിലും കാണാൻ പറ്റി. മാസിക കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക എവിടെ ഉണ്ട്? ഒറ്റ കോപ്പിയേ ഉള്ളൂ. അതെവിടെയുണ്ട്? വഞ്ചിയൂർ ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയിലുണ്ട്. നോക്കൂ. വിദ്യാവിലാസിനി എത്ര എണ്ണം ഉണ്ടെന്ന് അതിനകത്ത് പറയുന്നത്? ഒന്നല്ല, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, പിന്നെയോ അതിനുശേഷം പിന്നെ 2 എണ്ണം കൂടെ അതേ പേരിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അറിവുകൾ എന്ത് ചെയ്യുന്നു? ആരോ ഒരാൾ എന്ത് ചെയ്തു? ശേഖരിച്ച് നിങ്ങളാരെങ്കിലുമൊക്കെ ഉപയോഗിക്കും എന്ന പ്രതീക്ഷയിൽ എവിടെ ചേർത്തു? വിക്കിപീഡിയയിൽ ചേർത്തു. എന്തിനു വേണ്ടിയാ? കുട്ടികൾ നാളെ ഇൻ്റർനെറ്റിൽ പോയി വിദ്യാവിലാസിനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ അവർക്ക് വിവരം കിട്ടണം. സായിപ്പ് ചെയ്യത്തില്ല. നമുക്ക് മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ ആ വിവരം കിട്ടണമെങ്കിൽ ആര് ചെയ്യണം? ആരത് ചേർക്കണം? സായിപ്പിന് മലയാളത്തിൽ വിവരം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നമ്മുടെ ഭാഷയിലെ ആദ്യത്തെ മലയാള മാസിക ഏത് എന്ന് സായിപ്പിന് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ആർക്കേ ഉള്ളൂ? നമുക്കേ ഉള്ളൂ. എന്ത് ചെയ്യണം? അതുകൊണ്ട് വിവരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കണമെങ്കിൽ,
പങ്കുവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യൊന്നും മാത്രം വേണമെന്നില്ല. ആ ഫോട്ടോ ഏതാ, ആ മാസികയുടെ ഫോട്ടോ കണ്ടല്ലോ, നോക്കൂ. ആരോ ഒരാൾ ആ ലൈബ്രറിയിൽ പോയി എന്ത് ചെയ്തു, മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ടു ഷെയർ വിത്ത് അതേഴ്സ്, ബാക്കിയുള്ളവരുമായി പങ്കുവയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ടീച്ചർ പറയുകയാണ്, മലയാളത്തിലെ മാസികകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവരൂ. ഇന്ന് പത്രത്തിലുണ്ട് കേട്ടോ, പഴയ പോലല്ല. അസൈൻമെൻറ്റ് തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ വന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ മുഴുവൻ മാർക്കുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഫുൾ മാർക്കല്ലേ. ഇനി അങ്ങനെ ഇല്ല കേട്ടോ, ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകണം. അപ്പം നിങ്ങളെ സഹായിക്കാൻ ആരേ ഉള്ളൂ? വിക്കിപീഡിയയെ ആണ് ഏറ്റവും ആദ്യം ഉള്ളത്. വേറെ ഒരുപാട് കാര്യമുണ്ട്, ലൈബ്രറികളൊക്കെ നോക്കണം നിങ്ങൾ. അപ്പോൾ ഈ തരത്തിൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ശേഖരിക്കാം. പിന്നീട് എന്ത് ചെയ്യാം? മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് വിക്കിപീഡിയ. എത്ര ഭാഷയിലുണ്ടെന്നറിയാമോ? 300-ലധികം ഭാഷയിലുണ്ട്. നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ വേറെ ഏതൊക്കെ ഭാഷയിലുണ്ട്? തമിഴുണ്ട്, കന്നഡയുണ്ട്, വേറെ ഭാഷകൾ പറ. കന്നഡ. പിന്നെ ധൈര്യമായിട്ട് പറ. 300 എണ്ണം ഉണ്ട്. എങ്ങനെ എറിഞ്ഞാലും ആ മാങ്ങയെ കൊള്ളും. പറയും. ഇംഗ്ലീഷ്. പിന്നെ ചൈനീസ്, കാറ്റലൻ. 300 ഭാഷ. മൃതഭാഷ എന്ന് കേട്ടിട്ടുണ്ടോ? മരിച്ചുപോയ ഭാഷ. നമ്മുടെയൊക്കെ ഇങ്ങനെ നിൽക്കുക, എപ്പോൾ വേണേലും മരിക്കാം. കാരണം നമ്മളെല്ലാം ഇംഗ്ലീഷ് മീഡിയം അല്ലേ, നിങ്ങളെല്ലാം ഇംഗ്ലീഷ് മീഡിയം അല്ലേ. അപ്പോൾ നമ്മുടെ ഭാഷയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മരണത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലി എന്ന് പറയുന്ന ഭാഷ, ബുദ്ധൻ തൻ്റെ ശാസനങ്ങളൊക്കെ എഴുതിയ ഭാഷയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പാലി. ആ ഭാഷയിൽ പോലും ഏതുണ്ട്? ഈ സംവിധാനം, ഈ അറിവ് പങ്കുവെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അറിവെന്ന് പറയുന്നത് ടെക്സ്റ്റ്, കേവലം വാക്കുകളല്ല, ചിത്രങ്ങളുടെ രൂപത്തിൽ, ശബ്ദങ്ങളുടെ രൂപത്തിൽ, അനിമേഷൻ്റെ രൂപത്തിൽ ഒക്കെ നമുക്ക് എന്തു ചെയ്യാം? വിവരങ്ങൾ ശേഖരിക്കാനും അവ പങ്കുവെക്കാനുമുള്ള അവസരമുണ്ട്. അത് 1-2 കാര്യങ്ങളൂടെ നിങ്ങൾ കേട്ടോ. ഒരു താടിക്കാരൻ ഇരിക്കുന്നു. കണ്ടിട്ടുണ്ടോ ഈ പടം? കാണാൻ സാധ്യതയില്ല. ഒന്ന് വായിക്കാമോ? ആർക്ക് വായിക്കാം? ഓരോ വ്യക്തിക്കും ലോകത്തിലെ എല്ലാ അറിവുകളും സ്വന്തമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ജിമ്മി വെയിൽസ് പറഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ അറിവും നമുക്ക് ആർക്കും പൈസയും കൊടുക്കണ്ട, ആരുടെയും പിറയിലും നടക്കണ്ട, നമുക്ക് കിട്ടുന്നു. എത്ര രസമായിരിക്കും ഇല്ലേ? ഇപ്പം അങ്ങനെ കിട്ടുന്നുണ്ടോ? പല വിവരങ്ങളും ഇല്ല. ലൈബ്രറിയിൽ പോയാൽ എങ്ങനെയാ? പണം കൊടുക്കണം അല്ലേ? പണം കൊടുത്താൽ, മെമ്പർഷിപ്പ് എടുത്താലല്ലേ നമുക്ക് പുസ്തകം കിട്ടുകയുള്ളൂ. ഇവിടെ എങ്ങനെയാണ്? സമ്പൂർണ്ണമായി സൗജന്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്? സന്നദ്ധ പ്രവർത്തകർ. ആരാ സന്നദ്ധ പ്രവർത്തകർ? സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പണമൊന്നും ലഭിക്കില്ല എന്ന് നേരത്തെ അറിയാം. രക്തദാന സേനയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? രക്തം കൊടുത്തിട്ട് കാശ് വാങ്ങിക്കുമാരെങ്കിലും. നമ്മളൊരു ജീവൻ രക്ഷിക്കുകയാണല്ലേ. ഇവിടെ എങ്ങനെയാണ്? നമ്മൾ അറിവ് പങ്കുവെക്കുന്നത്, മറ്റൊരാൾക്ക് നൽകുന്നത്. എങ്ങനെ പൈസ വാങ്ങിച്ചിട്ടാണോ? ഒരു 50 രൂപ വാങ്ങിച്ചിട്ടാണോ വിദ്യാവിലാസിനിയുടെ വിവരം കൊടുക്കുന്നേ? അല്ല. പിന്നെയോ? സൗജന്യമായി, സ്വതന്ത്രമായി, ഒന്നും ഒളിച്ചു വെക്കപ്പെടുന്നില്ല. ബാക്കിയുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു സംവിധാനമാണ് വിക്കിപീഡിയ. വിക്കിപീഡിയയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറയാം. ഇവിടെ നടക്കുന്ന സെഷൻ്റെ പേരറിയാമോ? അറിവിൻ്റെ അനന്തലോകം, അതിരില്ലാത്ത ലോകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ പോയി നിങ്ങളിപ്പോൾ പോകും, അടുത്ത ആൾ വന്നാലും ഞാൻ ഈ കാര്യം തന്നെ പറയും. ഓക്കെ. അപ്പോൾ ജിമ്മി വെയിൽസ് ആണ് ഏതിൻ്റെ തുടക്കക്കാരൻ? അമേരിക്കയിലാണ് ഈ മൂവ്മെൻറ്റ് ജന്മം കൊണ്ടത്. അതിൻ്റെ തുടക്കക്കാരൻ ജിമ്മി വെയിൽസ് എന്ത് ആലോചിച്ചു? എന്ത് ആശയം മുന്നോട്ട് വെച്ചു? ലോകത്ത് എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായി, എല്ലാ അറിവുകളും സ്വതന്ത്രമായി, സൗജന്യമായി ലഭ്യമാകട്ടെ എന്നാഗ്രഹിച്ചിട്ടുണ്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് വിക്കിപീഡിയ. അതാ നോക്കൂ, ഞാൻ ഒരു വിവരം കൂടെ നിങ്ങളുടെ ഇതായിരുന്നു, സ്വതന്ത്ര വിജ്ഞാനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ എന്ന വിഷയമായിരുന്നു ഞാനിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആരാ? ശരി, നോക്കട്ടെ. ഏറ്റവും ഉഷാറായിട്ട് വരുന്ന ആളുകൾ ആരാണെന്ന് നോക്കട്ടെ. ഇത് എൻ്റെ മോൻ്റെ സ്കൂളിലെ യൂണിഫോം ആണല്ലോ. ഏതടെ സ്കൂള്? കൊല്ലമാണോ? പേഴുമൂട്. കമോൺ മുമ്പിൽ വന്നട്ടെ. കൊള്ളാം. പേഴുമൂടിലെ മിടുക്കികൾക്ക് സ്വാഗതം. മിടുക്കന്മാർ പറയെ വരുന്നുണ്ട്. കമോൺ. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇത്തിരി കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടാ. എന്തുവാ പേര്?
ജായിസ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ മിടുക്കി. IT പാഠപുസ്തകം ഉണ്ടാ, കണ്ടിട്ടുണ്ടാ? എന്തുവാ അതിൻ്റെ പേര്? ഇപ്പം സമ്മാനം ആർക്ക് പറയാം? IT-യുടെ പാഠപുസ്തകത്തിൻ്റെ പേര് ഇതാ മിടുക്കി പറയാം. ഫുൾ ഫോം ആണോ? ഫുൾ ഫോം പറഞ്ഞോ. ഇൻഫർമേഷൻ അല്ല, പുസ്തകമേ. ഒരു പാഠപുസ്തകം അടിച്ച് തന്നിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് മീഡിയത്തിന് ഒരു പേരുണ്ട്, മലയാളം മീഡിയത്തിന് ഒരു പേരുണ്ട്. ആർക്ക് പറയാം? സമ്മാനം ഉറപ്പ്. ദാ ബാഗിൽ ഞാൻ പോയി കൈയിടാൻ പോകുന്നു. ആർക്ക് പറയാം? എന്തോ ഒരു കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാ. ഒരാൾ മിടുക്കി നല്ലൊരു കൈയടി കൊടുക്കൂ. പ്ലേ ബോക്സ്. എന്തിനാണെന്നറിയോ ഈ കൈയടി? പാഠപുസ്തകത്തിൻ്റെ പേര് പറഞ്ഞതിനാ. എന്താ പേര്? സാലിഹയ്ക്ക് നല്ലൊരു കൈയടി. എന്തുവായിരുന്നു പേര്? പ്ലേ ബോക്സ് അല്ലേ? പ്ലേ ബോക്സ് പറഞ്ഞ സ്വാലിഹയ്ക്ക് ദാണ്ടേ വിക്കിപീഡിയയുടെ ഒരു സ്റ്റിക്കർ സാർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പ്ലേ ബോക്സ് ഇംഗ്ലീഷ് മീഡിയം. പാവം മലയാളം മീഡിയത്തിന് ഒരു പേരുണ്ട്. എന്തിനിടെ അത് തെറ്റിപ്പോയി, ഒരു പൊടിക്ക് തെറ്റിപ്പോയി. ശരിയായി പറഞ്ഞാൽ അതിന് സമ്മാനം. എവിടെ? രണ്ടാമത്തെ കളിപ്പെട്ടി. ഇടേയ്, നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേരാടേ. വല്ലപ്പോഴും കൂടി എടുത്ത് നോക്കണം കേട്ടാ. ഞാൻ അത് കാണിച്ചു തരണോ? കണ്ടിട്ടുണ്ടല്ലേ? അതിനകത്ത് എന്തുണ്ട്? രസകരമായ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഏതില്ല? വല്ലതും ചെയ്യിച്ചാ ടീച്ചർമാർ. നിങ്ങളുടെ ടീച്ചർമാർ കാണണമല്ലോ കൂടെ. അപ്പോൾ അവരോട് പറയണം കേട്ടോ. എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊരു പേരുണ്ട്. നല്ല ഗടാഗടിയം പേരാണ് ഉബുണ്ടു. എന്തുവാ പേര്? ഉബുണ്ടു. അത് ഏത് ഭാഷയിലാണെന്നറിയാമോ? സ്വാലിഹി. ആ പേരാണോ? സ്വാലിഹയോ? പേരെങ്ങനെ? അപ്പോൾ സ്വാലിഹി എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ആഫ്രിക്കൻ ലാംഗ്വേജ് ആണ്. ആ ഭാഷയിലെ ഒരു വാക്കാണ് എന്ത്? ഉബുണ്ടു. സംഘബലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എങ്ങനെ? നമ്മൾ ഓരോരുത്തരാ. നമ്മൾ ഒരുമിച്ചാണെങ്കിലോ എങ്ങനെ ആയിരിക്കും? ആ ബലമാണ് എന്ത്? ഉബുണ്ടു. അപ്പോൾ ആ പാഠപുസ്തകം നോക്കണം അല്ലേ? 10 അധ്യായങ്ങളിലായി നിരവധി ഗെയിമുകൾ. ഓക്കെ, പ്ലേ ബോക്സ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൻ്റെ പേരെന്താ? IT പാഠപുസ്തകത്തിൻ്റെ പേര്? സായിനാഥ എന്താ പേര്? IT പാഠപുസ്തകത്തിൻ്റെ പേര് കളിപ്പെട്ടിയും. 6ാം ക്ലാസ്സാണ്? 4? 3. ശരി. അപ്പോൾ 1 മുതൽ 10ാം ക്ലാസ് വരെയും 11നും 12നും നമുക്ക് എന്ത് പാഠപുസ്തകമുണ്ട്? ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ പഠിക്കേണ്ടുന്ന. ഓക്കെ, 8ലും 9ലും 10ലും എന്തുണ്ട്? IT പരീക്ഷ തന്നെയുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് IT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗായകൻ ആരാ? പത്രമൊക്കെ വായിക്കണം കേട്ടാ. ആരാ ആ ചിത്രത്തിലുള്ളത്? നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു മാമനായിരുന്നു, ഇന്നലെ മരിച്ചുപോയി, P. ജയചന്ദ്രൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ എവിടെ നിന്നാണ്? വിക്കിപീഡിയയിൽ നിന്ന് വന്ന ഒരു ഫോട്ടോയാണ്. ശരി, അപ്പം നമുക്ക് വിക്കിപീഡിയയെക്കുറിച്ച് പറയാം. എന്തിനെക്കുറിച്ചാ? കേട്ടിട്ടുണ്ടോ? അത് വിക്കിപീഡിയ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടാ കേട്ടത്? ചുമ്മാതെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചുമ്മാ കേട്ടാൽ പോരാ. എന്തുവാ കാര്യം എന്നാണ് സാറ് പറയാൻ പോകുന്നത്. നോക്കൂ. ഓക്കെ, എന്താണ് വിക്കിപീഡിയ എന്ന് ഇവിടെ പറയാമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ വിജയനല്ല, ഏറ്റവും വലിയ വിജ്ഞാനകോശം. ഏതാ? എന്തോ അതിൻ്റെ പേര്? ഏറ്റവും മോളിൽ എഴുതിയിട്ടുണ്ട് വിക്കിപീഡിയ. ഓക്കെ, ഓൺലൈനായി എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം അപ്പോഴേ കിട്ടും. എന്ത് വിവരമായിരിക്കും ഒന്ന് അടിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം? അസീഫ് എന്ന് പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഒരു വിവരം അറിയാൻ ആഗ്രഹമുള്ള ഈ ആളിനെ. ഇപ്പം ഞങ്ങളൊരു പടം കാണിച്ചല്ലോ. ആരുടെ പടമായിരുന്നു? ഇന്നലെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ വേറെ എവിടെയോ ഒന്ന് മാറി. ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താ? ആർക്കും പറയാം? P. ജയചന്ദ്രൻ. എന്തോ പേര്? ഇയാളുടെ പേര് അദ്വൈത. മിടുക്കൻ, ഒരു കയ്യടി കൊടുക്കണേ. അപ്പോൾ P. ജയചന്ദ്രൻ ആരാണെന്ന് നമുക്കറിയാം. അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. എവിടെ തിരയാം?
എവിടെയാണ് നമ്മൾ തിരയാൻ പോകുന്നത്? ഇതാ ആ പെട്ടിയിൽ. എന്തോ ആ പെട്ടിയുടെ പേര്? ആ കുഞ്ഞു പെട്ടിയുടെ പേരെന്താ? ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നു. എന്തോ ഇൻ്റർനെറ്റ്? ലോകമെമ്പാടും കണക്ട് ചെയ്ത് കിടക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ശൃംഖല, നെറ്റ്വർക്ക്. അതിൻ്റെ പേരാണ് എന്ത്? ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റ് ഒന്ന് നോക്കാം. ശരി, എന്തുവായിരുന്നു പേരെന്തുവായിരുന്നു? ആളുടെ പേര് മറന്നുപോയല്ലോ. എന്തത്? ആ, പി ജയചന്ദ്രൻ, ഗായകൻ. നോക്കാം നമുക്ക്. ജയചന്ദ്രനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഈ ചിത്രമല്ലേ നമ്മൾ നേരത്തെ കണ്ട ചിത്രം അല്ലേ? അപ്പോൾ ഈ ചിത്രം അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വിക്കിപീഡിയയിലെ വിവരങ്ങൾ എങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ഓക്കെ, പത്രങ്ങളിൽ, ടെലിവിഷനിൽ ഒക്കെ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മൾ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം? നമ്മുടെ പഠന കുറിപ്പ് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട്, അസൈൻമെൻറ്റുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യാം? വിവരങ്ങൾ ശേഖരിക്കാം. എവിടെ നിന്നാ? ഇൻ്റർനെറ്റിൽ നിന്ന്. എവിടെ നിന്നാ? ഇൻ്റർനെറ്റിൽ എവിടെ നിന്നാ? വിക്കിപീഡിയ വെബ്സൈറ്റിൽ നിന്ന്. ഓക്കെ, മലയാളത്തിലുണ്ട്. അതുപോലെ 300ഓളം ലോക ഭാഷകളിൽ, ഇംഗ്ലീഷിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡയിൽ, അങ്ങനെ 300 ഭാഷകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇത് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്കൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ നമ്മളോട് ടീച്ചർമാർ ആവശ്യപ്പെടുമല്ലോ വ്യത്യസ്ത വിഷയങ്ങളിലെ കുറിപ്പുകൾ തയ്യാറാക്കി കൊണ്ടുവരാൻ. എവിടെ നോക്കിയാൽ മതി? വിക്കിപീഡിയയിൽ നോക്കിയാൽ മതി. വിക്കിപീഡിയയിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചുകൊണ്ട് ചേർക്കാം. ചിത്രങ്ങൾ എന്ത് ചെയ്യാം? ചിത്രങ്ങൾ അവിടെ നിന്ന് കിട്ടും. അത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു എന്താണ് വെബ്സൈറ്റാണ്. എന്ത്? അതിൻ്റെ പേരെന്താ? വെബ്സൈറ്റിൻ്റെ പേര് വിക്കിപീഡിയ. ആരാ ഇതിനകത്ത് എഴുതുന്നേ? നമുക്ക് വേണ്ടിയേ, നിങ്ങൾക്കൊക്കെ വേണ്ടി ആരാ ഇതിനകത്ത് എഴുതുന്നേ? അറിവ് പങ്കുവയ്ക്കാൻ താല്പര്യമുള്ള മനുഷ്യരാണ് എന്തു ചെയ്യുന്നത്? മലയാളം അറിയുന്ന ആളുകളാണ് എന്തു ചെയ്യുന്നത്? ഈ വിവരങ്ങൾ, ഈ ജയചന്ദ്രനെ കുറിച്ചുള്ള വിവരം ആരാ എഴുതിയത്? ആരോ എഴുതി, നമുക്കറിയത്തില്ല. ഓക്കെ, ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നേ? വിജ്ഞാനം മൂടി വയ്ക്കാനുള്ളതല്ല, പിന്നെ എന്താണ്? പങ്കുവയ്ക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ? അദ്ദേഹത്തിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒരാളെടുത്തു, എന്ത് ചെയ്തു? എല്ലാ ആളുകൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി. എങ്ങനെ? സൗജന്യമായിട്ട്. ഈ പടം ഉപയോഗിക്കുന്നതിന് പൈസ വല്ലതും കൊടുക്കണോ? വേണ്ട. അപ്പം നമ്മുടെ പഠനാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയമായിക്കോട്ടെ വലിയ ഒരു സ്രോതസ്സാണ് വിക്കിപീഡിയ. ഓക്കെ, നമുക്ക് വേറെ ചില വിവരങ്ങളിലേക്ക് കൂടെ പെട്ടെന്ന് പോയി നമുക്ക് ലോകമെമ്പാടുമുള്ള സന്നദ്ധ പ്രവർത്തകർ ആരാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ? പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആര്? വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ. അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇരുന്ന് എഴുതുക. ഏതിനെക്കുറിച്ചും അവർക്കറിയാവുന്ന പുസ്തകങ്ങൾ, അവർ വായിക്കുന്ന പുസ്തകങ്ങളിലെ വിവരങ്ങളുണ്ടല്ലോ, ആ വായിക്കുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ ഞാൻ ഇന്ന പുസ്തകത്തിൽ നിന്നെടുത്ത വിവരമാണ് എന്ന് ചൂണ്ടിക്കാട്ടി എന്തു ചെയ്യുന്നു? ഒരു വെബ്സൈറ്റിൽ എഴുതി വെക്കുന്നു. ആർക്ക് വേണ്ടിയാ? ആ അറിവ് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേര് പഠിച്ചല്ലോ. എന്താ പേര്? വിക്കിപീഡിയ. അപ്പോൾ ഇൻ്റർനെറ്റിൽ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ ഒരു വിലാസം ഉണ്ടാകണമല്ലോ, ഒരു അഡ്രസ്സ് വേണം. ml.wikipedia.org. മറക്കുമോ? ml. പറയൂ, എന്നോടൊപ്പം പറയൂ. wikipedia.org എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എവിടെ പോവാം? ആ വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, ഇംഗ്ലീഷ് വിക്കിപീഡിയയിലേക്ക് പോകണമെങ്കിൽ ML എന്നതിന് പകരം എന്ത് ടൈപ്പ് ചെയ്താൽ മതി? EN എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും അറബി പഠിക്കുന്ന ആളുകളാണല്ലോ. അറബി ഭാഷയിലുണ്ട് വിക്കിപീഡിയ. ഈ MLന് പകരം AR എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ AR.wikipedia. ഏതാ? അറബിക് വിക്കിപീഡിയ. നമ്മുടെ ഭാഷാ പഠനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് വിക്കിപീഡിയയുടേത്. അതുമാത്രമല്ല, ധാരാളം വിവരങ്ങൾ സൗജന്യമായും സ്വതന്ത്രമായും നമുക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. ഉള്ളടക്കം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആരെയെങ്കിലും പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? അത് എടുക്കരുത്, ഇപ്പോൾ ആ പുസ്തകം എടുക്കരുതെന്ന് പറയത്തില്ല ചിലപ്പം നമ്മളെ ഇല്ലേ? പക്ഷെ ഇവിടെയോ ഒരു വിവരവും എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ ആരും തടയുന്നില്ല.
ഏത് വിവരവും ഏത് ചിത്രവും, ചിത്രം മാത്രമല്ല വീഡിയോയും കാണും. തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? തോൽപ്പാവക്കൂത്ത് ഒരു കലാരൂപമാണ്. നമുക്ക് നോക്കാം. നോക്കൂ, തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. തോൽപ്പാവക്കൂത്ത് എൻ്റെ സ്കൂളിലൊന്ന് അവതരിപ്പിക്കപ്പെട്ടു കേട്ടോ. അവതരിപ്പിച്ചത് ഇതാണ്ടോ, ആ കലാരൂപമാണ്. അപ്പോൾ ചിത്രമുണ്ട്, വിവരങ്ങളുണ്ട്, പിന്നെ എന്തുകൂടെയുണ്ട്? അതിൻ്റെ വീഡിയോ കൂടെയുണ്ട്. ഇതാ നോക്കാം. കാണാമോ? തോൽപ്പാവക്കൂത്തിൻ്റെ അവതരണമാണ്. കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയിലുള്ള ഒരു കലാരൂപത്തിൻ്റെ അവതരണം നമുക്കിവിടെ കാണാൻ പറ്റുന്നു. എന്തുവാടെ, ആടാണോ അത്? മാൻകുട്ടിയാണോ? ഇത് ഏതോ ഒരു കഥയൊക്കെയാ കേട്ടോ. രാമായണമാണോ ഭാഗവതോ ഏതൊക്കെയാ? ഏതാ? നിങ്ങൾക്ക് വല്ല പിടിയും കിട്ടുന്ന? രാമായണ കഥയാണ്. കമ്പരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഥയാണ് ഏത്? തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കണ്ടോ, മാനൊക്കെ തുള്ളിക്കളിക്കുന്നത് കണ്ടോ? രാമനെയും രാവണനെയൊക്കെ കണ്ടോ? അതാ മാൻകുട്ടിയെ ആര് പിടിച്ചു? സിംഹം പിടിച്ചോണ്ട് പോയി. ഒരു കലാരൂപത്തിൻ്റെ അവതരണം നമ്മൾ നേരിട്ട് കണ്ടില്ലേ. ആരാ നമുക്കിതിന് അവസരം ഒരുക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകർ അല്ലേ? പ്രത്യേകിച്ച് പണമൊന്നും കിട്ടത്തില്ല എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ്? ബാക്കിയുള്ളവരുമായി അറിവ് പങ്കുവയ്ക്കുക. ഓക്കെ, അപ്പോൾ രഹസ്യമായിട്ട് അറിവുകൾ സൂക്ഷിച്ചു വെക്കരുത്. എന്ത് വേണം? കൂട്ടുകാരോടൊക്കെ പങ്കുവെക്കണം. അങ്ങനെ പങ്കുവയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇടമാണ് എന്ത്? വിക്കിപീഡിയയുടെ വെബ്സൈറ്റ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. 8ലും 9ാം ക്ലാസ്സിലുമൊക്കെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗത്ത് ഈ വിക്കിപീഡിയയെ നിങ്ങൾ പരിചയപ്പെടും. ഇത് കൂടാതെ ഒറ്റ കാര്യം കൂടെ നമുക്ക് നോക്കാം. എന്താ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്? അന്ന് കാണിച്ചേ ID കാർഡ്. AKM LPS കുറ്റിച്ചൽ. ആ സ്കൂളിനെ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെ വിവരമുള്ള ഒരു സ്വതന്ത്ര വിജ്ഞാന കോശമുണ്ട്. ആ വിജ്ഞാനകോശത്തിൻ്റെ പേരാണ് സ്കൂൾ വിക്കി. മറ്റതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. അതേ സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ പേര്? സ്കൂൾ വിക്കിയിൽ നോക്കാം. ഏത് സ്കൂളാ? ഏത് സബ് ജില്ലയാ? സബ് ജില്ലയുടെ പേര് തിരുവനന്തപുരം. ടീച്ചർമാരെ, ഏത് സബ് ജില്ലയാ? കാട്ടാക്കട. ശരി, നോക്കാം. നിങ്ങളുടെ സ്കൂൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ. കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളുടെയും വിവരങ്ങൾ ഉള്ള ഒരു വെബ്സൈറ്റ്, സ്വതന്ത്ര വിജ്ഞാന കോശമാണ് സ്കൂൾ വിക്കി. അപ്പോൾ അതിനകത്ത് കാട്ടാക്കട സബ് ജില്ല ഞാനൊന്ന് നോക്കാൻ പോവുകയാണ്. ഏത് ജില്ലയാടേ നിങ്ങളുടേത്? ഏത് ജില്ലയാ? തിരുവനന്തപുരം. ഓക്കെ, നിങ്ങളുടെ സബ് ജില്ല ഇവിടെ ഉണ്ട്. ദാണ്ട് കാട്ടാക്കട. സ്കൂളിൻ്റെ പേരെന്ത്? ഒന്ന് കൈയടിച്ചേ. ഓ, ഇത് തന്നെ നിങ്ങളുടെ സ്കൂള്. എനിക്ക് മാറിപ്പോയില്ലല്ലോ. കൂടുതൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നു. ഏത് വർഷം തുടങ്ങിയതാ? 76ാമത് വർഷം. ഇപ്പം എത്ര വർഷമായി? 50 ആയോ? എത്ര വർഷമായി? 50 ആവാൻ പോകുന്നു അല്ലേ? നിങ്ങളുടെ തന്നെയുടെ സംശയം. ഇതേ കെട്ടിടം തന്നെ, പുതിയ കെട്ടിടമൊന്നും വന്നില്ലേ? അപ്പം പുതിയ കെട്ടിടമൊക്കെ നിങ്ങൾ ശ്രമിക്കുക. നോക്കൂ, ദാണ്ടെ വിവരങ്ങൾ ചേർത്തിരിക്കുന്നു. CH മുഹമ്മദ് സാഹിബ് അനുവദിച്ചതാണ്. 76-ൽ സ്കൂൾ കോഡ് കണ്ടോ? 44347. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ വിവരങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ വിലാസം ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കൂ. ആ വിലാസം ഇങ്ങനെയാണ്: www.schoolwiki.in/ എത്രയായിരുന്നു കോഡ്? എത്രയായിരുന്നല്ലേ കോഡ് ഞാൻ പറഞ്ഞത്? 44347. അതിവിടെ അടിച്ചാൽ മതി. 44347 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂള് AKM LPS പേഴുമൂട് കാണാം. നിങ്ങളുടെ സ്കൂളിൽ നിന്നും ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഒക്കെ അവിടെ ധാരാളമായി കാണാം. മാപ്പ് കാണാം. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ കാണാം, ചേർത്തിട്ടില്ല ചേർക്കണം. അപ്പോൾ ഈ തരത്തിൽ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ കണ്ടല്ലോ. നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഫോട്ടോയായും വിവരങ്ങളായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആയിട്ടും ഒക്കെ ഏത് വെബ്സൈറ്റിൽ ചേർക്കാം?
സ്കൂൾ വിക്കിയിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ?